നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൃഷിഭവനിൽ ജീവനക്കാരില്ല. വടക്കേക്കര കോൺഗ്രസ് മെമ്പർമാരുടെ ആഭിമുഖ്യത്തിൽ കൃഷി ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു. നോർത്ത് പറവൂർ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ജീവനക്കാർ ഇല്ലാത്തത് മൂലം കൃഷിഭവന്റെ പദ്ധതി നിർവഹണം സ്തംഭനത്തിൽ ആയതിനാൽ വടക്കേക്കര കോൺഗ്രസ് മെമ്പർമാർ കൃഷി ഓഫീസിന് മുൻപിൽ സമരം ചെയ്തു. ഇനിയും ഇതിനൊരു മാറ്റമില്ലെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച സമയം കൊടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആവശ്യമായ ഉദ്യോഗസ്ഥർ വന്നില്ലെങ്കിൽ ആ സമരം വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കും എന്ന് മാത്രമേ പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കഴിഞ്ഞ 2024-25 വർഷത്തെ പദ്ധതിയിൽ ഒരു അവാർഡ് വടക്കേക്കര പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ജില്ലയിൽ 82 പഞ്ചായത്തിൽ 81ാം സ്ഥാനത്ത് പോയ പഞ്ചായത്താണ് ഇവിടെ. അത് തിരുത്തും, ചിലപ്പോൾ 82 സ്ഥാനത്ത് പോകേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ പരിശോധിച്ചപ്പോൾ ഈ പദ്ധതി വിഹിതം 29% എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ. അതൊന്ന് ഉറത്തണമെന്നുണ്ടെങ്കിൽ 1.5 മാസക്കാലമുള്ളൂ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഗ്രാമസഭകളും മുന്നോട്ട് പോവാണ്. ഞങ്ങൾ അതിനെതിരല്ല. ഞങ്ങളുടെ പരാതി കേൾക്കട്ടെ, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് MD മധുലാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ്, മെമ്പർമാരായ ജോർജ് തച്ചിലത്ത്, PD സലീം, സെബി പുത്തൻവീട്ടിൽ, ജീന ബിജു, സുബിത അജു, നീത രാജീവ് എന്നിവർ നേതൃത്വം നൽകി. വാഴകൃഷി അങ്ങനെയുള്ള ഇത്യാദി കൃഷികൾ നശിച്ചിട്ട് അതിന് നമ്മൾ പൈസ കൊടുത്ത് ഇൻഷുർ ചെയ്തിട്ട് ആ പൈസ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. പല പ്രാവശ്യം എറണാകുളത്ത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ അടുത്ത് വരെയും പോയപ്പോൾ അവർ പറഞ്ഞ ഫണ്ട് വന്നിട്ടില്ല. ഗവൺമെന്റ് ഫണ്ട് വന്നിട്ടില്ല. പക്ഷെ ഈ വിളവിനെടുപ്പ്, ഈ കൃഷിക്ക് നഷ്ടപരിഹാരം സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടി ഒരു എയ്ഡുണ്ട്. നഷ്ടപരിഹാരം അതിവിടെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ. ആ പൈസയും കൂടി ഇവർ തന്നിട്ടില്ല. ഈ വരുന്ന പൈസ മുഴുവനും അവർ വേറെ ഏതെങ്കിലും വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാവും. പറവൂർ കോൺഗ്രസ് ചെയർമാൻ PS രഞ്ജിത്ത്, ബ്ലോക്ക് മെമ്പർ TK ബാബു, KM ബാബു, ജോജോ മനക്കൽ, ബൈജു തേവൂരത്തിൽ, സോഫി ജോജോ, കർഷക കോൺഗ്രസ് നേതാക്കളായ MS രാധാകൃഷ്ണൻ, ഡേവിസ് പനക്കൽ, സുപ്രിയ ആശിസ് കുമാർ, രാജീവ് ഖണ്ഡത്തിൽ, ഇസ്മായിൽ, ജഗദീശൻ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ ഒട്ടേറെ അപേക്ഷകൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നിത്യേന എന്നോണം കൃഷിഭവനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ ഓഫീസിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ 28,37,000 രൂപ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് ബഡ്ജറ്റ് വകവച്ചിരുന്നു. 1 രൂപ പോലും അതിൽ നിന്ന് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ജനുവരി പകുതി കഴിഞ്ഞു. കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം 28,37,000 രൂപ ഫണ്ട് വകയിരുത്തിയിട്ട് 1 രൂപ പോലും വിനിയോഗിക്കാൻ കഴിയാതെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനെതിരെയാണ് ന്യൂസ് ബ്യൂറോ, പറവൂർ.